മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച കേന്ദ്ര സർക്കാരിനെതിരെ ജില്ലാ കേന്ദ്രങ്ങളിൽ LDFന്റെ നേതൃത്വത്തിൽ തൊഴിലാളികളുടെ വൻ പ്രതിഷേധം. ഗ്രാമീണ ജനതയുടെ നട്ടലൊടിക്കുന്ന തൊഴിലുറപ്പ് അട്ടിമറി നിയമത്തിനെതിരെ തൊഴിലുറപ്പ് മേഖലയിലെ മുഴുവൻ തൊഴിലാളികളും ഒറ്റക്കെട്ടായി പോരാടണമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. നിലവിൽ രാജ്യത്തെ 12.16 കോടി തൊഴിലാളികൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ തൊഴിൽ ലഭിക്കുന്നു. ഇവരിലെ 18.63% പട്ടികജാതിക്കാരാണ്. 17.32% പട്ടികവർഗക്കാർ, 60% സ്ത്രീകളാണ്. ഇവർക്കെല്ലാം ആശ്വാസമായിരുന്ന ഒരു വൻ പദ്ധതിയാണ് ഇപ്പോൾ മോദി സർക്കാർ അട്ടിമറിച്ചിരിക്കുന്നത്. ഗ്രാമീണ ജനതയുടെ നട്ടലൊടിക്കുന്ന തൊഴിലുറപ്പ് അട്ടിമറി നിയമത്തിനെതിരെ തൊഴിലുറപ്പ് മേഖലയിലെ മുഴുവൻ തൊഴിലാളികളെയും അണിനിരത്തി കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് നാടിനെ കൊണ്ടുപോകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ലേബർ കോഡ് നടപ്പിലാക്കുന്ന നിലപാടിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എതിരാണ്. ഇവിടെ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ മാറ്റം വരുത്തി, നിയമം മാറ്റം വരുത്തി നിലപാടുകളിലേക്ക് പോകുന്നതിന് എതിരാണ്. ഈ പഴയ നിയമം തന്നെ നിലനിർത്തി എല്ലാ തൊഴിലാളികളുടെയും തൊഴിൽ ദിനങ്ങളുടെ എണ്ണവും കൂലിയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്കാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റ് പോകേണ്ടത്. ആ പ്രശ്നം ഇന്ന് കേരളത്തിന് മുമ്പിൽ ശക്തമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉന്നയിക്കുകയാണ്. വരാനിരിക്കുന്ന എല്ലാ സമരങ്ങളിലും ഈ പ്രശ്നങ്ങളെ കൂടി കോർത്തിണക്കി അതിശക്തമായ പോരാട്ടം രാജ്യവ്യാപകമായി ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് ഇന്ത്യയിലെ ഇടതുപക്ഷ മതനിരപേക്ഷ ശക്തികൾ തീരുമാനമെടുത്തിട്ടുള്ളത്. VBG റാം പദ്ധതി നടപ്പിലാകുന്നതോടെ ഇന്ത്യൻ ഗ്രാമീണ മേഖലയിൽ തൊഴിലില്ലായ്മ രൂക്ഷമാകും. പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും തൊഴിൽ തേടി നഗരങ്ങളിലേക്ക് കുടിയേറും. രാജ്യത്ത് ദാരിദ്ര്യം പടരും. ഇന്ത്യ ദാരിദ്ര്യത്തിന്റെ ആഗോള തലസ്ഥാനമായി മാറും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.